ആരാണ് അടുത്ത KPCC പ്രസിഡന്റ്? കോൺഗ്രസിന്റെ വിജയരാശിയായിരുന്ന സണ്ണി ജോസഫ് മന്ത്രിയായതിനെ തുടർന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ അതിനു മുൻപ്, അതായത് കൂറ്റൻ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എങ്ങനെ സണ്ണി ജോസഫിനെ ഇറക്കിവിടാമെന്നത് സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമം തുടങ്ങിയിരുന്നു. ഇടതുപക്ഷത്തിന്റെ കോടാലിയും അരഞ്ഞാണവും അടിവസ്ത്രവുമൊക്കെയായ വേണമെങ്കിൽ RSSന്റെയും BJPയുടെയും കൗബീനമാകണമെങ്കിൽ അതിനുമപ്പുറമാകാനും തയ്യാറുള്ള കൈരളി, റിപ്പോർട്ടർ, 24, 80, 44, മാതൃഭൂമി, ബിഗ്, സീറോ തുടങ്ങിയ ചാനലുകളിലെല്ലാം സണ്ണി ജോസഫിനെ തമസ്കരിക്കാനും ചർച്ചകളിൽ പങ്കെടുത്താൽ പേര് പരാമർശിക്കാൻ പോലും തയ്യാറാകാതെ അവരുടെ അജണ്ട സെറ്റ് ചെയ്തു വരികയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കൂറ്റൻ വിജയം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPMന്റെ അടിസ്ഥാനം പോലും തകർത്ത് കോൺഗ്രസ് മുന്നേറ്റം, ഒടുവിൽ നിയമസഭയിൽ 103 സീറ്റ് പിടിച്ച് CPMന്റെ കോട്ടകളുടെ അടിത്തറ വരെ തകർത്ത വിജയം എന്നിവ നേടിക്കൊടുത്തിട്ടും സണ്ണി ജോസഫ് എന്ന കോൺഗ്രസ് പ്രസിഡന്റിനെ തമസ്കരിക്കാൻ മാധ്യമ, CPM, BJP ലോബി പ്രത്യേക ശ്രദ്ധ നൽകി. ഈ ലോബി ഇങ്ങനെ കോൺഗ്രസിലെ പോയ ചില കൂറ്റൻ കോടാലികൾ രഹസ്യമായി പിന്തുണച്ചു, അല്ലെങ്കിൽ നോക്കി നിന്ന് രസിച്ചു. കാരണം 200% വിജയിച്ച് സുരക്ഷിതവും മാന്യവുമായ നിലയിൽ നിൽക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റായി വാഴാൻ പല കോടാലികളും കുപ്പായമിട്ട് തുടങ്ങിയിരിക്കുന്നു. പേടിക്കാനില്ലല്ലോ. എന്നാൽ തോറ്റമ്പി നാണം കെട്ട് മൂലയ്ക്കായ സാക്ഷാൽ ആലക്കാടൻ വിജയന്റെ ഉഡായിപ്പ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അതിന്റെ MDയെ തോൽപ്പിക്കുന്ന വളിച്ചുനാറിയ ദുർഗന്ധം പിടിച്ച ആശയലഹരി ബാധിച്ച് അഡിക്ഷന് പോലും സാധ്യതയില്ലാത്ത അടിമകളും സ്ഥിരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനം നടത്തി നാടിന്റെ സമാധാനം കെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കെ അതിനെ നേരിടാൻ കരുത്തും ആർജവും പോരാട്ട വീര്യവുമുള്ള ഒരു KPCC പ്രസിഡന്റിനെയാണ് കോൺഗ്രസിന് ആവശ്യം. അല്ലാതെ CPM സെക്രട്ടറി MV അപ്പം ഗോവിന്ദന്റെ നിലവാരത്തോട് തായം കളിക്കാൻ പറ്റുന്ന ഒരു ഓഞ്ഞ നേതൃത്വത്തെ കോൺഗ്രസിന് ആവശ്യമില്ല. ഒരു നിര പുതുതായി വരട്ടെ. ആലക്കാൻ വിജയന്റെ ഉഡായിപ്പ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഒക്കെ നടത്തുന്ന മാഫിയ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാനും നേരിടാനും തകർക്കാനും വിജയിക്കാനും പുതിയ നേതൃത്വം, യുവ നേതൃത്വം കോൺഗ്രസിന് ആവശ്യമാണ്.